ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ രാത്രി നേരത്തെ എണീക്കുന്നത്. അയ്യോ വാച്ചെടുത്തില്ല. എണീക്കുന്നത് നമ്മൾ വേറൊന്നുമല്ല, നമ്മൾ ചെറിയ പർച്ചേസും പരിപാടിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോണേന്. സന്തോഷേട്ടൻ ഓടി അവിടെ എൻ്റെ കാത്ത് നിൽക്കുകയാണ്. വാച്ചെടുത്താണ് ശരീരത്തിന് ഫീലാണ്. സന്തോഷേട്ടൻ ഓടി എൻ്റെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ലേറ്റായി. അപ്പോൾ ഞാൻ നമുക്ക് ഇറങ്ങാൻ. ചെറുതായിട്ട് മഴ വരുന്നുണ്ടോ എന്നൊരു സംശയമില്ല. നമുക്ക് ഇപ്പോൾ ഇറങ്ങാൻ. സന്തോഷേട്ടൻ ഇല്ലെങ്കിൽ എന്നെ പച്ച പള്ളു വിളിക്കും. സോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതൊരു ഇൻട്രോ, ധൃതി പിടിച്ച ഇൻട്രോ ആണ്. ബിക്കോസ് സന്തോഷം കുറേ എന്നെ വിളിക്കുന്നത് അത് കാരണം ധൃതി വെച്ചുള്ള ഇൻട്രോ ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഷോപ്പിങ്ങിന് പോവാണ്. അതാ അങ്ങനെ നമ്മൾ സന്തോഷത്തിനെ പിക്ക് ചെയ്ത് നമ്മൾ ലുലു മാളിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് എത്തിയിരിക്കുന്നത്. എന്താ പറയുക, ഇവിടെ എപ്പോൾ സെയിൽ നടന്നാലും നമ്മൾ വന്ന് പെർഫ്യൂം വാങ്ങിക്കുന്ന ഈ സമയത്തായിരിക്കും. നമ്മുടെ പെർഫ്യൂം സ്റ്റോക്ക് ഈ സമയമാണ്. ഇപ്രാവശ്യം ഞാൻ ഡിഫറൻ്റ് ഒരു സാധനം പിടിച്ചാലെന്ന് ഇങ്ങനെ ആലോചനയുണ്ട്. ആ സന്തോഷത്തിന് പറ്റുമോ നോക്കണം. സന്തോഷത്തിനോട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കോളൂ. സന്തോഷത്തിന് ചില പെർഫ്യൂം ഒന്നും പറ്റത്തില്ല, തലവേദന എടുക്കും. എനിക്കും അത് തന്നെയാണ്. ചില സമയത്തൊന്നും എനിക്ക് പറ്റില്ല, തലവേദന എടുക്കും. നമ്മൾ സിനിമ അയക്കുന്നത് സാധനം ഉണ്ടല്ലോ, അത് മാറ്റി പിടിച്ച് നോക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പോയി നോക്കുമ്പോൾ അറിയാം. അതായത് ജോയിലാണ് അത് പറഞ്ഞു തന്നത്. കിടില. എനിക്ക് അന്ന് ഫസ്റ്റ് അടിച്ചതിൻ്റെ പച്ചനിരിക്കണം വെച്ചാൽ 10 പേര് ചോദിക്കും അതേതാ പെർഫ്യൂം എന്നുള്ളത്. സൺസ്ക്രീൻ പോലും ഇടാണ്ട് വെയിൽ നട്ടപ്പുറം വെയിൽ നടക്കുകയാണ്. എന്താണെന്നറിയാം, കൃത്യമായിട്ട് നമ്മൾ സെയിലടങ്ങാത്ത ലുലുമാളി എങ്ങനെയെങ്കിലൊക്കെ എത്തും. കോയിൻസിഡൻസ്. എന്തിലാകത്തേക്ക് കൂടെ. അയ്യോ, നമ്മളെ ഡെസ്റ്റിനേഷൻ മയ്യോപ്പിൽ നമ്മൾ വേറെ ഒരെണ്ണം വാങ്ങിക്കാൻ. പക്ഷേ എനിക്കത് അന്ന് ഫസ്റ്റ് ടൈം അടിച്ചപ്പോഴത്തേക്കും ജോയിനോട് പഠിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അടിച്ചപ്പോഴത്തേക്കും എനിക്കൊരു ഇതില്ലായിരുന്നു, എന്തോ കിട്ടിയില്ല. സാധാരണ നമ്മൾ വീണ്ടും നമ്മളെ പാർട്ടി സ്മാർട്ടിലേക്ക് തന്നെ വന്നു. സ്ട്രോങ് ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്തായാലും. അതായത് നമ്മൾ മയ്യോപ്പി വാങ്ങിയില്ല. ബിക്കോസ് മയ്യോപ്പി വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഇഷ്ടംപോലെ കുപ്പി ഇരിപ്പുണ്ട്. അപ്പോൾ ആ കുപ്പി ഒന്ന് കൊടുത്ത് ഞാൻ പിന്നെ ഒരു 10-700 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അത് കാരണം നമ്മൾ അങ്ങനെ ആക്കി. ഞാനിപ്പോൾ പോയി കുപ്പി എടുത്തിട്ട് തിരിച്ചു തരാമെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ വീട്ടിലേക്ക് ഒരു സംഭവം ഉണ്ട് വീട്ടിൽ. അപ്പം എന്താ പറയുക, അതിന് കുറച്ച് രണ്ടായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വരുന്ന വീഡിയോ ആ കാറിൽ ഇരിക്കുന്ന കൊച്ചർക്ക് സിനിമ എന്താ റിലീസ്? സെപ്റ്റംബർ റിലീസ്. പാലഭിഷേകം. ഓക്കടാ. കൊച്ചെറുക്കൻ്റെ പടം അടുത്ത മാസം കൊല്ലംകോട്ട കമ്പനി എന്ന് പറയുന്ന കൊച്ചെറുക്കൻ്റെ പടം അടുത്ത മാസം റിലീസാണ്. സോ ഞാൻ പറഞ്ഞ സംഭവം, വീട്ടിലൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ പറയാം. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഇപ്പോൾ ഞാൻ പോയി റൂമിൽ പോയി കുപ്പി എടുത്തിട്ട് തിരിച്ചു തരട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും ലുലുവിൽ എത്തിയിരിക്കുകയാണ്. പെർഫ്യൂമിൻ്റെ ബോട്ടിൽ എടുത്തുകൊണ്ട് കുറച്ച് ലൈറ്റായി. എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. ഒരു മുതലാളിയുടെ പറ്റിയ വെഡിങ് ആനിവേഴ്സറി വീഡിയോ അല്ലേ, അത് എഡിറ്റ് ചെയ്യേണ്ടത്. അത് എഡിറ്റ് ചെയ്തിട്ട് അപ്പോൾ തിരിച്ച് വീണ്ടും ലുലു വന്നിട്ടുണ്ട്. ലുലു വന്ന് പെർഫ്യൂം വാങ്ങിച്ചിട്ട് തിരിച്ചു പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ബാഗിനകത്ത് നിറച്ച് പെർഫ്യൂം ബോട്ടിൽസാണ്. 6 കൊണ്ടുണ്ട്. ഇപ്പം വിളിച്ചപ്പോഴത്തേക്ക് ബോട്ടിലിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ കുഴപ്പമില്ല, കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഫ്രാഗ്രൻസ് ഇല്ലെങ്കിൽ നിൻ്റെ അന്ത്യാണ് 4 ബോട്ടിൽ സെറ്റ് കൊണ്ട് തരുന്നുണ്ട്. 700 രൂപ ഓഫ് അല്ലേടാ? പെർ ബോട്ടിൽ 20% ഡിസ്കൗണ്ട് കിട്ടി. ഒരു ബോട്ടിൽ കൊണ്ട് കൊടുത്തത്. അപ്പോൾ 2, 4, 6, 8 80% ഡിസ്കൗണ്ട് കിട്ടി. സോ അവനിത് മേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ താഴത്ത് വേറെ 2 സാധനങ്ങൾ കൂടെ വാങ്ങിച്ചു തരാം. കാജല, നീ എന്നെ ഇതാക്കുന്നില്ല വാഴ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ലിപ് ബാം ഉണ്ട്, കഴിഞ്ഞു പോയായിരുന്നു. അപ്പം ഈ ലിപ് ബാം നല്ലതാണ്, വിഷ്കെയറിൻ്റെ ലിപ് ബാം നല്ലതെന്ന് പറഞ്ഞു. ഇതെങ്ങാനും കൊള്ളത്തിൻ്റെ ഇതിൻ്റെ അന്ത്യമാണ്. നല്ലതെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാങ്ങിക്കട്ടെ. 50% ഓഫ്. അപ്പം 15. അതന്നെ 299 പോയാൽ അപ്പം എത്ര കുറഞ്ഞിട്ട്? അപ്പം എന്തായാലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടില്ല. ഗൈസ്, ഒരു ചെറിയ പെർഫ്യൂം വാങ്ങാൻ വന്ന് ഞാൻ എത്ര രൂപ കയ്യിൽ നിന്ന് കിട്ടി. ഇപ്പം ഞാൻ സ്കിൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. സ്കിൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും മൊത്തത്തിൽ ഫേസിൻ്റെ പിഗ്മെൻറ്റേഷനും അതും ഇതൊക്കെ മൊത്തത്തിൽ സീനായതുകൊണ്ട് ഒരു സെറം അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. എന്തെന്ന് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ ഇവിടെ സൈനയില്ലേ, സൈന പറഞ്ഞതനുസരിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫേസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് കാരണം ഫേസ് ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന് കൊടുത്തിൻ്റെ കാര്യമില്ല, അതാണ് വാങ്ങിയിട്ടുണ്ട്. ഞാനിത് പൊട്ടാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് ഒരു കവർ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു. അറിയുന്നു 4 വാങ്ങിച്ചിട്ടുണ്ട്. പൊളിക്കുന്നു. പോട്ടെ, ബായ്. പ്ലം റെഡിയായി. പ്ലം വായി വരും. മയ്യോപ്പ് റെഡിയായി. ഇനി അടുത്തത് നെക്സ്റ്റ്
ഒരു ഇച്ചിരി സാധനം വാങ്ങിക്കാൻ വന്ന ഞാനാ ഒരു ലോഡ് സാധനം വാങ്ങിച്ച്. ഗൈസ് ഒരു ലോഡ് സാധനം വന്നാൽ ഞാൻ ഇത് എന്തോരം ഐറ്റംസ് വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയേ. ഒരു ടൺ കണക്കിന് സാധനം വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതെൻ്റെ കയ്യിലാണ് ഇത്ര ഐറ്റംസ് ഉള്ളത്. പക്ഷെ അല്ലാണ്ട് എന്താ പറയുക, എൻ്റെ പോക്കറ്റിലായിട്ട് സ്കിൻ കെയറിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പം ഞാൻ നേരെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോട്ടെ. സന്തോഷേട്ടന് 5:15 ട്രെയിനുണ്ട്. അപ്പോൾ സന്തോഷേട്ടന് പോയാൽ വേണം. അതാണ്. അപ്പോൾ നേരെ പോട്ടെ. സന്തോഷേട്ടന് കൊടുത്തിട്ട് വേണം സന്തോഷേട്ടന് പോകാനായിട്ട്. പെർഫ്യൂം കൊടുത്തിട്ട് വേണം സന്തോഷേട്ടന് പോകാനും പിടിക്കാനൊക്കെ ആയിട്ട്. പെർഫ്യൂം കൊണ്ട് സന്തോഷേട്ടൻ നാട്ടിൽ പോവാം. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ റൂം. സന്തോഷേട്ടന് കാണുമ്പോൾ ഞാൻ ഞെട്ടും. പർച്ചേസ് ഒക്കെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ടേ. ഇതൊന്നുമില്ല, ഞാൻ ഇത്രയും കവറും കൊണ്ട് ചെയ്യുന്നത് സന്തോഷൻ്റെ റിയാക്ഷനാണ് കാണേണ്ടത്. എന്തുവാണ് ഇത്? ഒരു സാരമുണ്ട്, നിങ്ങൾ നോക്കിക്കോണേ. സന്തോഷൻ്റെ റിയാക്ഷൻ ഉണ്ട്. ഞാനീ പറയാം എന്തെങ്കിലും എന്തുവാണ് ഇത്? വരുന്നു എന്നമേ നീ എന്നെ വെയിറ്റ് ഫോർ ദ റിയാക്ഷൻ. വേറൊന്നും ഞാൻ വാങ്ങിച്ചില്ല. അത് ഗിഫ്റ്റൊന്നുമില്ല, അത് ഞാൻ വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് മേടിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഉണ്ടല്ലോ. അത് ബോഡി വാഷ്, ബോഡി ലോഷൻ. ഞാൻ പറഞ്ഞല്ലോ ഓഫറുണ്ടെന്ന്. 2 മേടിച്ചപ്പോൾ 2 ഫ്രീ. 1000 താഴെ കണ്ടയാള്. മയ്യോപ്പി എൻ്റെ അവിടെ വെക്കടോ. ഞാൻ വേറെ ഏതാ അതെന്ത് പിടിച്ചേ? ഇത് നിങ്ങൾ ഒരെണ്ണം കൊണ്ടുപോകണോ? ഒന്നേ എന്താ മൈക്കാണ്. സോറി. 1 2 3 2 എന്ത് അപ്പൊ എനിക്ക് തരണേ? പിന്നെ നിങ്ങൾക്കല്ല ഇത് എന്റെ സ്കിന്നിന്റെ ആയിട്ട് ഓഫർ കിട്ടിയപ്പോൾ എന്റെ കൂട്ടുകാരോട് ഉണ്ടായത് സൈന. അപ്പൊ അവളെ സ്കിന്നൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വാങ്ങിച്ചു നോക്കി. ഒരു ലോഡ് പർച്ചേസ്, ഒരു ചെറിയ പർച്ചേസിന് പോയി ഒരു ലോഡ് ഐറ്റംസും വാങ്ങിച്ചിട്ട് തിരിച്ച് റിവ്യൂ വന്നിരിക്കണത്. അയ്യോ എന്താ കൊണ്ട് എന്റെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കണേ? തണുപ്പല്ലേ? തണുപ്പാ? എവിടെ തണുപ്പ്? ഓരോരുത്തരുടെ കൂടി ഓരോ ടെമ്പറേച്ചർ അല്ലേ? എനിക്ക് ഭയങ്കര തണുപ്പായി കാലാവസ്ഥ. തണുപ്പ് ചുണ്ട് ആ സൈഡ് മാത്രം ഇങ്ങനെ പൊട്ടുന്നേ. തണുപ്പ് കാരണം തണുപ്പ് നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴത്തേക്കും ചെറുക്കൻ ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് ഞാൻ തിന്നാൻ നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ചുണ്ടൊരു സൈഡിൽ പൊട്ടിയിരിക്കുന്നു. സ്റ്റേഡിയത്തിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കാന്ന് പറഞ്ഞ പ്ലാൻ എന്താണെന്നുള്ള യാതൊരു പ്ലാനില്ല. എന്തെങ്കിലും പ്ലാനൊന്നും ഇല്ലാണ്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞൊക്കെ ആദ്യം പോയി ഒരു മിൻറ്റ് കട്ടൻ കുടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ ചെക്കൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ കോക്ടെയിൽ ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കാം. ചെക്കൻ ഉണ്ടാക്കിയതാ, ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമേ കട്ട കുടിക്കട്ടെ. അത് സ്റ്റേഡിയത്തിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്ത് തമ്മിലൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും മലയാളീസ് വന്നു. ഇവന്റെ പേജ് ഫോളോ വെച്ചു എന്റെ പൈസ കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയില്ല. നല്ല ഓറ. അപ്പം നമ്മളെന്ത് വിചാരിച്ചു, നമ്മൾ കോട്ടൺ ഫാബ് വരെ പോയിട്ട്, ഇവിടെ കോട്ടൺ ഫാബിനെ വെച്ച് കണ്ടോ, കോട്ടൺ ഫാബ് വരെ പോയിട്ട് എന്തെങ്കിലും മിസ്റ്ററി ബോക്സ് ഉണ്ടാവും 1-2 ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ട് വരാന്ന്. കിടിലൻ ഗിഫ്റ്റ് അല്ലേടാ? കിടിലൻ ഗിഫ്റ്റ് എന്തെങ്കിലും നോക്കാം. അതായത് മിസ്റ്ററി ബോക്സ് സാധനം വാങ്ങിച്ചിട്ട് വിചാരിച്ചപ്പോൾ നമ്മളങ്ങനെ നടക്കുകയാണ്. വന്നൊരു ചായ കുടിച്ചപ്പോഴത്തേക്ക് സമാധാനമായത്. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ചു. അത് ഒരു വീഡിയോ അപ്ലോഡ് ആക്കണ്ടേ, അതാണ്. അപ്ലോഡ് ആക്കിയോ? ഓക്കെ, സെറ്റായി. ഓക്കെ, നമ്മൾ വാങ്ങിച്ചിട്ട് വരട്ടെ. നമ്മൾ പോയ സ്ഥലം ചെറുതായിട്ട് മാറിപ്പോയി. ഇത് കോട്ടൺ ഫാബല്ല, കത്തി ഫാബാണിത്. കത്തി ഫാബ് തൊട്ടാ കൈപൊള്ളി പോണു. ഒരു കുഞ്ഞിക്കാച്ചി ഒരു കമ്മലിന് 100-150 രൂപ. ഒറിജിനൽ ജെമ്മിന് പ്രൈസ് ആയി പോയിട്ടു. ഒരു മാല മൾട്ടി കളറിൽ ഇതൊരു സ്റ്റോണിന്റെ മാല നോക്കിയപ്പോഴത്തേക്ക് എന്റെ പൊന്നെ 1000 രൂപ. 1000 രൂപ കൊണ്ട് എത്ര കോക്ടെയിൽ വാങ്ങിച്ചില്ലടാ. സത്യം. അപ്പൊ നമ്മള് ഇവൻ പറഞ്ഞ കറുകപ്പള്ളി ഏതൊരു സ്റ്റോർ കടയാണ്. അപ്പൊ എന്തായാലും അവിടെ പോയി സാധനം വാങ്ങിച്ചിട്ട് വിചാരിച്ചു. ഓക്കെ, അവിടെ പോയി സെറ്റ് ചെയ്യാം. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മതി. ഓക്കെ, ഞാൻ പറഞ്ഞു ഞാനും മലയാളീസും കൂടെ നമ്മൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് സ്റ്റേഡിയത്തിൽ വന്ന് നമ്മൾ എത്ര പേർക്ക് കൊടുത്തടാ? നമ്മ ഒരു 3 പേർക്ക് കൊടുത്തു. 3 മൊത്തം കൊടുത്ത് 5 തീർത്ത്. പിന്നെ നമ്മുടെ കൺവിൻസിങ് ചാർ മൂർച്ചയുള്ളപ്പോഴത്തേക്ക് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൊടുത്ത്. പക്ഷേ അതല്ല, നമ്മളത് ചെയ്ത് നോക്കി, നമ്മൾ ചെയ്ത് സക്സസ് ആയിട്ട് ഇവരുണ്ടായിരുന്നു നമ്മളോട് പോയി ചെയ്യാം. മുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ അവർക്ക് മനസ്സിലാവും.
നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് അത് വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അല്ല നിങ്ങൾ വരുമ്പോൾ കണ്ടാൽ മതി. പക്ഷെ അതല്ല, നമ്മളിപ്പോൾ രണ്ടുപേരും നടന്നു പോകുമ്പോൾ നമ്മൾ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ നോട്ട് ചെയ്തിട്ട് എന്നിട്ട് അവരുടെ പുറകെ പോയിട്ട് അവരുടെ ചെന്ന് ചോദിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പോൾ ഒരുത്തം പറഞ്ഞ് നമ്മൾ പോയി ചെയ്ത് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ പുച്ഛിച്ച് കിട്ടും. പൈസ മറ്റേ എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട് അവൻ അവൻ തുള്ളി. അപ്പം അവനിട്ട് 2 എണ്ണം കൊടുക്കാൻ പോയാണ്. ഓക്കെ, പോയി 2 എണ്ണം ബേശ കൊടുത്തിട്ട് കഴിക്കാം, എന്നിട്ട് വേണം കഴിക്കാൻ പോകും. അവന്റെ എന്തോ ഫുഡ് കോക്ടെയിൽ വാങ്ങിച്ചിട്ടുണ്ട്, പോയി കൊടുക്കട്ടെ. പോട്ടെ. ഇതെന്താ പറഞ്ഞാൽ കിട്ടൂലെന്നാ, ഇത് കിട്ടൂലെന്നാ. വീഡിയോ കാണിച്ചില്ല, അവന്റെ ഫോണിലാണ്, മലയാളീസിന്റെ ഫോണിലാണ്. മലയാളീസിന്റെ ഫോണിലാണ്. ഇപ്പൊ കാണിച്ചു തരാം. അവനെ വിളിച്ച് ചോദിച്ചേക്ക് മനസ്സിലാവൂല. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരുമ്പോ കാണിച്ചു തരാം. ഗൈസ്, അവരെ വീഡിയോ കാണിക്കുന്നത് വീഡിയോ നമ്മളെ കയ്യിലായിരുന്നു, മലയാളത്തിന്റെ അടുത്ത് വീഡിയോ. അത് കാരണം എന്ത് പറ്റി, നമ്മളിപ്പോഴത്തെ ഓളം കഫേ എന്ന് പറഞ്ഞാൽ കഫേയിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിടിച്ചു നോക്കാൻ കരുതി. ഇവിടെ എന്തിനാണോ സ്പെഷ്യൽ എന്ന് അറിയത്തില്ല. മലയാളീസ് പറഞ്ഞത് നല്ലതാന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും അൽഫാം വേണ്ട, ചിക്കൻ വേണ്ട. അപ്പം എന്തായാലും നമുക്ക് പോയി കഴിച്ചു നോക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ പോയി എവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചെടുത്തുനിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആര് വന്നു? മുമ്പ് വന്നപ്പോൾ മുമ്പൂന് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ മെട്രോ ഹബിലേക്ക് വന്നു. അടിപൊളി ഫുഡ്. ഞാൻ ചിക്കൻ അങ്ങനെ കഴിക്കും. ഞാനിപ്പോൾ കഴിച്ച് ഇനി ഇപ്പോൾ കഴിക്കൂല. ഇല്ല കുറച്ച് വരുതട്ടെ. ജോസ് കഴിച്ചു. കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. വീണ്ടും നമ്മൾ സ്റ്റേഡിയം പോകുന്നു. ദാസേട്ടനാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദാസേട്ടൻ്റെ തെറി നമ്മൾ കേൾക്കും. ഇല്ല, ദാസേട്ടൻ വേറെന്താ പരിപാടിയാണെന്നാണ്. നീ കഴിക്കേ. നമ്മൾ കഴിക്കുന്ന അൽഫാമാണ്. ഡയറ്റ് പ്ലാൻ ആയതുകൊണ്ട് അവൻ അൽഫാമല്ല, സവായാണ് കഴിക്കുന്നത്. അപ്പോൾ ഡയറ്റിലാണ്. കഴിച്ച് ഇവിടെ ഫുട്ബോളിന് ഭയങ്കര അടി ബഹളം പ്രശ്നങ്ങൾ. എന്താണ് പറയാനില്ല. വെറുതെ കാറിലാണ്ട് ഫിഫ എന്ന കപ്പ് കൊണ്ടേക്കോന്നാ പറയുന്നത് അർജന്റീനയോട്. പുറത്താക്കി. കാരണം എന്തുകൊണ്ടാ? ഫുട്ബോൾ കളിച്ചിട്ടല്ല, അർജന്റീനക്ക് കപ്പ് കൊടുക്കണമെന്ന് നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിട്ട് എഗ്രിമെന്റ് എല്ലാം എഴുതിയിരിക്കണ്. ഇങ്ങനെയാണ് ചോദിക്കണത്. മെസ്സി ചോദിക്കണല്ലോ. നിന്റെ പോർച്ചുഗൽ റഫറി പോർച്ചുഗൽ റഫറി അനാവശ്യമായി പെരുമാറിയൊന്നുമില്ല. ഒന്നുമില്ല. കളിയാ പൈസ ഫുട്ബോളിനെ കുറിച്ച് ഒരു വസ്തു ഫുട്ബോളിനെ കുറിച്ച് എന്താ എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഓനിക്കല്ല, എനിക്ക് ഫുട്ബോൾ അറിയില്ല. എനിക്കറിയില്ല. വീണ പൗള്, ചവിട്ടിയ പൗള്, കെട്ടിപ്പിടിച്ച പൗള്, ജേസി വലിച്ച പൗള്, എല്ലാം പൗളാണ്. ഓക്കെ അല്ലേ? എന്നിട്ടില്ലേ കണ്ടോ എവിടെ? അത് പേഴ്സണല്ല, ഫോണിൽ ഒരുപാട് കറക്റ്റായി മാറിയേ. ഇതെല്ലാം ഇത് കണ്ടോ ഗൈസ്? ഒരു മണപ്പേ. ഞാൻ അർജുന ഫാനാ. അവിടെ എല്ലാം കൂടെ ഇത് തുടങ്ങിയതിനു ശേഷം തമ്മിത്തലും തലവലിത്തതാണ്. അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഇവന്മാർക്ക്. അർജന്റീന ഇവർക്കില്ലേ സത്യം പറഞ്ഞ് ജയിക്കാൻ അറിയില്ല. ഒന്നത്. പിന്നെ ഇവൻ പറയുന്നത് പറഞ്ഞാല് അവിടെ കോംപ്രമൈസ് ഒക്കെ ഒന്നും നടക്കൂല. എന്തായാലും നമ്മൾ നടന്നിട്ട് എടുത്തതാണ്. അപ്പം ഇന്ന് കുറെ മിസ്റ്ററി ബോക്സ് കിട്ടും. ഇപ്പൊ ലാസ്റ്റ് ഒരു മിസ്റ്ററി ബോക്സ് കിട്ടും. അതുകൊണ്ട് തീർത്ത് വിടാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ ആരെയും കിട്ടുക നോക്കട്ടെ. അതുകൂടെ തീർത്തിട്ട് ചെയ്യാമെന്ന് മൈൻഡ് ഒക്കെ പറഞ്ഞ് സെറ്റാക്കാനൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടി. ഇപ്പൊ ഫുട്ബോൾ തമ്മിൽ തന്നെയാണ് മെയിൻ പരിപാടി.
തെണ്ടിത്തിരി ഞാൻ അവസാനം മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് പോപ്സിക്കിൾസ് വാങ്ങിച്ചു തന്നിരിക്കുകയാണ്. നന്ദിയുണ്ട് മുമ്പേ. പക്ഷെ അജ്മലിക്കാണ് നമുക്ക് വാങ്ങിച്ചു തരേണ്ടത് അല്ലേ? ആ അപ്പോൾ കഴിച്ച് ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. ചുമ്മാ ഒരു ഷോപ്പിംഗ് പ്ലസ് 5 എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീട്ടിൽ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും മണക്കും പോയി കിടന്നു. പക്ഷെ കുട്ടിയാണ് ഇതിന്റെ പൈസ കൊടുക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും മണക്കാവും.